വീണ വിജയന്റെ കാര്യവും ബിനീഷ് കൊടിയേരിയുടെ കാര്യവും രണ്ടു തരത്തിലാണ് ഈ പാർട്ടി വിശകലനം ചെയ്തതെന്നാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇനി പിണറായി വിജയന്റെ മകളുടെ പുറകിൽ അണിനിരക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഈ ഗെസ്റ്റാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നു. സർ, ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസ് അത് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് വീണയ്ക്ക് കിട്ടിയത്. SFIO ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ മൊഴിയെടുക്കും. തുടർന്ന് അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അറസ്റ്റിലേക്ക് നീങ്ങും. പക്ഷെ ഇതുവരെ വീണ വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന പാർട്ടി ഇപ്പോൾ വീണ വിജയനെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിലേക്ക് അത് എത്തുകയാണ് എങ്കിൽ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ അപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ പറയണ്ട എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു. ഇത് പിണറായി വിജയനെ സംബന്ധിച്ചും കൂടുതൽ തിരിച്ചടിയിലേക്കല്ലേ പോകുന്നത്? ഇത് നമ്മൾ ഈ സംഭവത്തിന്റെ ഒരു ഗതിവിഗതികൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ CPM എന്ന് പറഞ്ഞ ഈ പാർട്ടി വലിയ തോതിലുള്ള പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോ ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ CPM എടുത്തിട്ടുള്ള നിലപാട് നമ്മൾ വിശകലനം ചെയ്ത് നോക്കൂ. അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വീണ വിജയന്റെ കാര്യവും ബിനീഷ് കൊടിയേരിയുടെ കാര്യവും രണ്ടു തരത്തിലാണ് ഈ പാർട്ടി വിശകലനം ചെയ്തതെന്നാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ, ഇളയ മകൻ ബിനീഷ് കൊടിയേരി, മൂത്ത മകൻ ബിനോയ് കൊടിയേരി ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോഴെല്ലാം തന്നെ അന്ന് പാർട്ടി എടുത്ത നിലപാടെന്ന് പറയുന്നത് അത് അവരുടെ കാര്യം, അത് അവർ കൈകാര്യം ചെയ്യും, അത് പാർട്ടിയായിട്ട് തന്നെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ബിനീഷിന്റെയും ബിനോയുടെയും അച്ഛനായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, ആ പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ഇളയ മകൻ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരപ്പനഹാര ജയിലിലായപ്പോഴത്തേക്കും ലജ്ജിച്ച് തലകുനിച്ച് രാജിവെക്കേണ്ട ഒരവസരം പോലും ഉണ്ടായി. അപ്പൊ അതാണ് ഒരു മകനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വിവാദം ഉണ്ടായപ്പോൾ പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വന്ന സമയം മുതൽ തന്നെ പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? കൊടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള സമീപനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തുടക്കം മുതൽ തന്നെ വീണ വിജയനെ ന്യായീകരിക്കുന്ന നിലപാടാണ് പാർട്ടി എടുത്തത്. അത് പാർട്ടി സെക്രട്ടറി മാത്രമല്ല എടുത്തിട്ടുള്ളത്. അത് നമുക്കറിയാം MA ബേബി എടുത്തു, ബാലൻ നിരന്തരമായി വീണ വിജയനെ ന്യായീകരിക്കുന്ന സമീപനം വന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ പല തവണ ഇതിനെ ന്യായീകരിച്ച് സംസാരിച്ചു. EP ജയരാജൻ സ്ഥിരമായി ന്യായീകരിച്ച് സംസാരിച്ചു. അപ്പൊ ആ നിലയിൽ പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ തുടക്കം മുതൽ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ടു ദ ഹിൽറ്റ് പിണറായി വിജയന്റെ മകളെ ന്യായീകരിക്കുന്ന സമീപനമാണ് പാർട്ടി എടുത്തു പോകുന്നത്. അതായത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അത് ബാങ്കിൽ കൂടെ നടത്തിയിട്ടുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് പോവുകയായി. അത് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പിണറായി വിജയന്റെ മകളെ ന്യായീകരിച്ചുകൊണ്ട് ഒരു പാർട്ടി രേഖ പോലും ഉണ്ടാക്കി താഴത്തെ ബ്രാഞ്ചുകളിലേക്ക് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതായത് രണ്ട് കമ്പനികൾ നടത്തിയിട്ടുള്ള ഇടപാടാണ്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല, അവർക്ക് അവരുടെ വാദം ഉന്നയിക്കാനുള്ള അവസരം അവർക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ CMRL ഇതിനെ എതിർത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായി അന്ധമായി പിണറായി വിജയന്റെ മകളെ ന്യായീകരിക്കുന്ന സമീപനം എടുക്കുക മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് രേഖ തയ്യാറാക്കി താഴത്തെ ബ്രാഞ്ചുകളിലേക്ക് കൊടുക്കുന്ന സ്ഥിതിവരെ ഉണ്ടായി. പക്ഷേ കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ സമീപിക്കുകയും ആ സമീപിച്ചതിനെ തുടർന്ന് കർണാടക ഹൈക്കോടതി എടുത്തിട്ടുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിലപാട് വരികയും കൂടി ചെയ്തതോടെ പാർട്ടിയുടെ ക്ലച്ചും ബ്രേക്കും പോയി എന്നുള്ള സ്ഥിതിയിലേക്ക് പോയി. ഒരു രക്ഷയുമില്ലാത്ത സ്ഥിതിയിലേക്ക് പാർട്ടി വന്നു. അതായത് കർണാടക ഹൈക്കോടതിയിലെ വിധി എന്ന് പറയുന്നത് അസന്നിഗ്ധമായിട്ടുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള വിധിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. എന്ന് മാത്രമല്ല, കർണാടക ഹൈക്കോടതിയുടെ വിധിയുടെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ROC വീണ വിജയനുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയത് 2020 എന്നുള്ള വിഷയം ഇതിനകത്ത് പുറത്തു വന്നു. യഥാർത്ഥത്തിൽ
ആദ്യം അന്വേഷണം തുടങ്ങിയത് 2020 ഒന്നാം മാസത്തിലോ മറ്റാണ്. 2020 ഞാൻ അതിന്റെ ഡേറ്റ് നോക്കിയാൽ കാണാം. 28/7/2020 ROC, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, വീണ വിജയൻ ആദ്യത്തെ കത്തയക്കുന്നത്. ആ കത്ത് തന്നെ AKG സെന്ററിൽ അഡ്രസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായിരുന്നു. അത് 28/7/2020 കത്ത് കൊടുത്തു. ആ 28/7/2000 കത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് 29/1/2021 വിശദമായിട്ടുള്ള ഒരു കത്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ 1/10/2021 കത്ത് കൊടുത്തു. അപ്പൊ ആ 1/10/2021 കത്തിൽ പിണറായി വിജയന്റെ മകൾ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസിൽ നിന്ന് 4/5/2017 മുതൽ 3/10/2019 വരെ ഓരോ മാസവും മേടിച്ച 71 ലക്ഷം രൂപയുടെ കണക്കുൾപ്പെടെ വന്നു. ഇവർ നടത്തിയിട്ടുള്ള ലംഘനങ്ങൾ സംബന്ധിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച കോടതി SFI അന്വേഷണം തുറന്നു പോകുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്ന് പറഞ്ഞുവെന്ന് മാത്രമല്ല, ഇവരുടെ വാദമുഖങ്ങൾ ആദ്യാവസാനം കോടതി തള്ളിക്കളഞ്ഞു. അപ്പൊ ഇനി പിണറായി വിജയന്റെ മകളെ ന്യായീകരിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഒരു നിലയും കിട്ടില്ല എന്ന് ബോധ്യം പാർട്ടി നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് കാനഡയിൽ അവര് കമ്പനി തുടങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഞാൻ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നയാ പൈസയ്ക്ക് പോലും പിണറായി വിജയന്റെ മകളെ ന്യായീകരിച്ച് പൊതുമണ്ഡലത്തിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ള സമ്പൂർണ്ണ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞത് അവിടെ അത് കർണാടക ഹൈക്കോടതിയിൽ വിധി വന്നെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് ഞാനെന്തിനാണ് അഭിപ്രായം പറയേണ്ടത് എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ വിഷയം ഒരു സ്ഥലത്ത് ചെന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം വന്നിരിക്കുകയാണ്. ഇനി വലിയ പാടാണ് പിണറായി വിജയന് നിലനിന്ന് പോകാൻ. ഇനി ഇതിന്റെ അടുത്ത പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യല്, റെയ്ഡ്, ഒരു പക്ഷേ അറസ്റ്റ്, ഇതിലേക്കൊക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇനി പിണറായി വിജയന്റെ മകളുടെ പുറകിൽ അണിനിരക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നു എന്നാണ് നമ്മൾ CPM-ന്റെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും.